മഴത്തുള്ളികൾ ശാന്തമായി കോളേജ് ക്യാമ്പസിന്റെ ചുമന്ന മണ്ണിൽ വീഴുമ്പോൾ ശ്വേത തന്റെ പുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് ക്ലാസ് റൂമിലേക്ക് ഓടിക്കയറി. അവളുടെ ജീവിതം സാധാരണമായിരുന്നെങ്കിലും അവളുടെ ചിരി എല്ലാം മറക്കാൻ കഴിയുന്നത്ര പ്രകാശമുള്ളതായിരുന്നു. ശ്വേത, നീ ഇന്ന് ലേറ്റാണല്ലോ, മെഹ ചെറുചിരിയോടെ ചോദിച്ചു. അതേടി, ഇന്ന് വീട്ടിൽ കുറച്ച് കൂടുതൽ പണിയുണ്ടായിരുന്നു. അത് തീർത്തിട്ട് വന്നപ്പോഴേക്കും എനിക്ക് ബസ് കിട്ടിയില്ല. അവർ സംസാരിക്കുന്നതിനിടയിൽ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന രേവത്തിനെ രണ്ടുപേരും ഒന്ന് പാളി നോക്കി. അവരുടെ ബെഞ്ചിലെ മുന്നിലെ സീറ്റിൽ പതിവ് പോലെ രേവത്ത് നിശബ്ദനായിരിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിലുണ്ടെങ്കിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരാളായിരുന്നു രേവത്ത്. അവൻ എന്താടി ആരോട് സംസാരിക്കുക എപ്പോഴും ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്? ശ്വേത മേഘയോട് ചോദിച്ചു. അവൻ നമ്മളെ കാണുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. മേഘ ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു. അവനെപ്പോഴും തനിച്ചാണല്ലോ ഇരിക്കുന്നത്. അവന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. രേവത്ത് ബുക്കിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. നീ എന്താ രേവത്ത് തനിച്ചിരിക്കുന്നത്? ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും പോകുന്നില്ലേ? മേഘയുടെ ഈ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവൻ പുഞ്ചിരിച്ചു. എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല. അതിനെന്താ, നിനക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഞങ്ങളെ നിന്റെ ഫ്രണ്ട്സ് ആയിട്ട് കൂട്ടിക്കോ. അവന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ശ്വേതയും രേവത്തും തമ്മിൽ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ തുടങ്ങിയിരുന്നു. രേവത്ത് ലഞ്ച് കഴിച്ചായിരുന്നോ? നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്നോട് കൂട്ടുകൂടാൻ കേട്ടോ. പതിയെ പതിയെ അവർക്കിടയിലെ സൗഹൃദം വളരാൻ തുടങ്ങി. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും രേവത്തിന് ശ്വേതയെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അവൾ അരികിൽ വരുമ്പോൾ മാത്രമാണ് അവന്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അവൻ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു, ശ്വേത എങ്ങാനും ഈ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തിട്ട് പോകുമോ എന്ന്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് കടന്നുപോയി. കോളേജിലെ അവസാന വർഷത്തെ ഫെയർവെൽ ദിനം വന്നെത്തി. എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെ ഫോട്ടോ എടുത്തും സംസാരിച്ചും എല്ലാം നടക്കുകയാണ്. ഇനി എന്താണ് നിന്റെ പ്ലാൻ? ശ്വേത അവനോട് ചോദിച്ചു. ഞാൻ മുന്നോട്ട് ഹയർ സ്റ്റഡീസ് നോക്കും. എൻ്റെ പ്ലാൻ അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്താനാണ്. ശ്വേത, അവൻ വിളിച്ചു. ഒരു നിമിഷം അവൻ നിശബ്ദമായി. അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. നീ എന്താണ് വിളിച്ചത്? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന് പറയരുത്. നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. അവൻ്റെ ഉള്ളിൽ കുടുങ്ങിയ വാക്ക് പുറത്തേക്ക് വന്നില്ല. ശരി, നിനക്കൊന്നും പറയാനില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അവൻ്റെ മനസ്സ് പലവട്ടം മന്ത്രിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ പുറത്തേക്ക് വാക്കുകളൊന്നും വന്നില്ല. അവനൊന്നും പറയുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ശ്വേത മുന്നോട്ട് നടന്നുപോയി. അങ്ങനെ എല്ലാവരും അവസാനം മറ്റുള്ളവരെ പോലെ യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. രേവത്തിന് ശ്വേതയോട് മനസ്സ് തുറന്ന് ഇഷ്ടം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസക്കുറവ് അവനെ പുറകോട്ട് വലിച്ചു. പരസ്പരം ഇഷ്ടം തുറന്നു പറയാതെ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. ഒരാൾ മറ്റൊരാളുടെ മനസ്സിലുണ്ടെങ്കിലും ഒരുമിച്ചല്ലാത്ത വഴികളിലൂടെ യാത്ര തിരിച്ചു. കോളേജ് അവസാനിച്ചിട്ടിപ്പോൾ 2 വർഷമായിരിക്കുന്നു. കാലം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. ആളുകളെല്ലാവരും മാറിയിരുന്നു. പക്ഷെ ഓർമ്മകൾക്ക് മാത്രം മാറ്റമുണ്ടായില്ല. ശ്വേത ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഒപ്പം അനിയനും അമ്മയുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. തനിച്ചിരിക്കുമ്പോൾ എല്ലാം അവളുടെ ഓർമ്മകളിൽ രേവത്ത് കടന്നു വരാറുണ്ട്. ഇടയ്ക്കൊക്കെ അവൾ ചിന്തിക്കാറുണ്ട്, അവനിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? എന്നാൽ രേവത്ത് സ്വന്തം അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നു. വലിയ ഓഫീസിൽ നിറയെ ജീവനക്കാരും മീറ്റിങ്ങുകളും എല്ലാം നിറഞ്ഞ തിരക്ക് പിടിച്ചൊരു ജീവിതമായിരുന്നു അവൻ്റേത്. പക്ഷെ അവൻ എപ്പോഴും പഴയ രേവത്ത് തന്നെയായിരുന്നു. എല്ലാവരിൽ നിന്നും നിശബ്ദം അകന്നു നിൽക്കുന്നവൻ. സാർ, ഈ ഫയൽ ഒന്ന് സൈൻ ചെയ്യണം. ശരി, അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. സംസാരിക്കാൻ മടിയും ആളുകളോട് അടുപ്പം കാണിക്കാനുള്ള ഭയമൊന്നും അവൻ്റെ മാറിയിരുന്നില്ല. ഒരു ദിവസം ഓഫീസ് ബാൽക്കണിയിൽ നിന്ന് മഴ നോക്കിയപ്പോൾ പഴയൊരു ഓർമ്മ അവനെ തലോടി. നീ തനിച്ചിരിക്കുവാണോ? നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ശ്വേതയുടെ ശബ്ദം. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു. അവളുടെ ഓർമ്മകൾ അവന് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഒരുപാട് മാറാൻ ശ്രമിച്ചു. നീ ഇല്ലാതെ എനിക്ക് മാറാൻ കഴിയില്ല ശ്വേത, അവൻ മെല്ലെ പറഞ്ഞു. ഇതിനിടെ ഒരു ദിവസം ശ്വേതയുടെ ഓഫീസിൽ പുതിയൊരു പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചു. അടുത്തയാഴ്ച നമുക്ക് പുതിയൊരു കമ്പനിയുമായി മീറ്റിംഗ് ഉണ്ടാവും. ഏതാണ് കമ്പനിയുടെ പേര്? ഒരാൾ ചോദിച്ചു. രേവത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഈ പേര് കേട്ടപ്പോൾ ശ്വേതയുടെ കയ്യിലുണ്ടായിരുന്ന പേന താഴെപ്പോയി. ഇതവൻ തന്നെയാണോ? അവളുടെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരുന്നു. മീറ്റിംഗ് ദിവസം ശ്വേത നെർവസ് ആയിരുന്നു. ഇതവൻ തന്നെ ആയിരിക്കുമോ, അതോ പേരുകൾ തമ്മിലുള്ള സാദൃശ്യമോ? അവളുടെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വന്നത് സൂട്ട് ധരിച്ച് ആത്മവിശ്വാസം കാണിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ കണ്ണുകൾ അവൾക്ക് പരിചിതമായിരുന്നു. രേവത്.
അവൻ അകത്ത് കയറി തലകുനിച്ച് എല്ലാവരോടും അഭിവാദ്യം പറഞ്ഞു. ശ്വേതയെ കണ്ടപ്പോൾ ഒരു നിമിഷം അവന്റെ മനസ്സ് നിശ്ചലമായി. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവളും. മീറ്റിംഗ് നടക്കുന്നു. ഇരുവരും മറ്റൊന്നും കേൾക്കുന്നുമില്ല. ഇത്രയും നാളായിട്ട് അവന് മാറാൻ സാധിച്ചില്ലല്ലോ. അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോയി. ശ്വേത പുറത്തേക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ പുറകിൽ നിന്ന് ശ്വേത എന്നൊരു വിളി വന്നു. അവൾ തിരിഞ്ഞു നോക്കി. എത്ര വർഷമായി കണ്ടിട്ട്? ഈ കണ്ടുമുട്ടൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നീ പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല, അവൾ പറഞ്ഞു. എനിക്കൊരു മാറ്റവുമില്ല, ഞാനിപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുന്നു. രണ്ടുപേരും പരസ്പരം സംസാരിച്ച് നിൽക്കുമ്പോൾ പഴയ കോളേജ് ദിനങ്ങൾ തിരികെ വന്നതുപോലെ അവർക്ക് തോന്നി. തിരികെ പോകാൻ നേരം രേവതി ചോദിച്ചു, ഇനി നമ്മൾ വീണ്ടും കാണുമോ? അറിയില്ല, കാണുമായിരിക്കും, ചെറു ചിരിയോടെ ശ്വേത പറഞ്ഞു. അവൾ നടന്നു പോകുന്നു നോക്കി രേവത് നിന്നു. എന്തോ ഒരു നഷ്ടബോധം അവനെ വേട്ടയാടി. അവളെ നഷ്ടപ്പെടുത്തതെന്ന് മനസ്സ് പറയുന്നു. പക്ഷെ തൻ്റെ മനസ്സ് അവളോട് തുറന്നു പറയാനും കഴിയുന്നില്ല. മീറ്റിങ്ങിന് ശേഷമുള്ള ദിവസങ്ങൾ ശ്വേത നല്ല തിരക്കിലായിരുന്നുവെങ്കിലും മനസ്സിനെ ഒരിടത്ത് പിടിച്ചു നിർത്താൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അന്ന് വൈകുന്നേരം അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. നീ ബിസിയാണോ? കുറച്ചു നേരം അവൾ രേവത്തിന്റെ മെസ്സേജിലേക്ക് നോക്കി നിന്നു. ഇല്ല, പറയൂ. നമുക്ക് നാളെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയാലോ? ഓക്കെ, ഞാൻ വരാം. പിറ്റേ ദിവസം ഒരു ചെറിയ കഫയിൽ വെച്ച് അവർ കണ്ടുമുട്ടി. അവൾ നേരത്തെ എത്തിയിരുന്നു. അവൾ ചുറ്റും നോക്കി. ചെറിയ ചെറിയ ലൈറ്റുകളും മൃദുവായ മ്യൂസിക്കുകളും. അവൾ മനസ്സിൽ വിചാരിച്ചു, മനസ്സിന് കംഫർട്ടബിൾ ആയ ഒരു സ്ഥലം. കൊള്ളാം, എന്തായാലും അവൻ തിരഞ്ഞെടുത്ത സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു. ഹായ്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവനെ കണ്ടപ്പോൾ പതിവില്ലാത്തൊരു സന്തോഷം. കുറച്ചു നേരം രണ്ടുപേരും മിണ്ടാതെ ഇരുന്നു. നിന്റെ സ്വഭാവത്തിനൊരു മാറ്റവുമില്ലല്ലോ. നീ പഴയതുപോലെ തന്നെ. വീണ്ടും മിണ്ടാതെയായോ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല. ശരി, നീ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ട്രെയിനിങ് തരാം. ട്രെയിനിങ്ങോ? അവൻ പൊട്ടിച്ചിരിച്ചു. ഇനി അതിന് ഫീസ് വല്ലതും ഉണ്ടോ? നിനക്കായതുകൊണ്ട് ഫീസ് വേണ്ട. ദിവസങ്ങൾ മുന്നോട്ട് പോയി. അവരുടെ മീറ്റപ്പുകൾ കൂടിക്കൂടി വന്നു. ഒപ്പം കോഴ്സുകളും മെസ്സേജുകളും എല്ലാം. പലപ്പോഴും ശ്വേത മനസ്സിൽ പറഞ്ഞിരുന്നു, ഇവനോട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, വിട്ടുപിരിയാനാവാത്തൊരു ബന്ധം ഉടലെടുക്കുന്നുണ്ടെന്ന് അവൾക്കും മനസ്സിലായി. എന്നാൽ ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു രേവത്തും. ഇനി എന്തായാലും അവളോടെല്ലാം തുറന്നു പറയണം. ആ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയ ഉടനെ തന്നെ അവൻ ശ്വേതയെ വിളിച്ചു. നമുക്ക് സൺഡേ ഒരു ഔട്ടിങ്ങിന് പോയാലോ? സൺഡേ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. എന്നാലും സാരമില്ല, അത് മാറ്റി വെച്ചിട്ട് ഞാൻ നിന്റെ കൂടെ വരാം. ശ്വേത, അന്ന് എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ശരി, എന്തായാലും ഞാൻ വന്നേക്കാം. അങ്ങനെ ഔട്ടിംഗ് ദിവസം രണ്ടുപേരും കുറച്ചു നേരം ബീച്ചിൽ പോയിരുന്നു. ശ്വേത, ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. അവൻ പറയാൻ ശ്രമിച്ചു, പക്ഷെ വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. എന്താണ് നിനക്ക് പറയാനുള്ളത്? കുറെ നേരമായിട്ട് നീ പറയുന്നുണ്ട് എനിക്ക് പറയാനുണ്ടെന്ന്. ഇത്രയും നേരമായിട്ട് നീ എന്തുകൊണ്ട് എന്നോട് അത് പറയുന്നില്ല? ഇല്ല, എനിക്കൊന്നും പറയാനില്ല. നമുക്ക് തിരികെ പോകാം. അവൻ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു മാറ്റവുമില്ല. നിനക്ക് പറയാനുള്ളതെല്ലാം പകുതി വെച്ച് നിർത്തുന്നതാണ് നിന്റെ പതിവ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ നിന്നോടത് പറയാം. ഇപ്പോഴല്ല, പിന്നെ എപ്പോഴാണ്? അവൻ ചെറുചിരിയോടെ പറഞ്ഞു. ഒരു ദിവസം പറയാം. തിരികെ വീട്ടിൽ ചെന്നതിന് ശേഷം അവളോട് പറയാതെ പോകുന്നതിൻ്റെ ഒരു വിഷമം അവനെ അലട്ടുന്നുണ്ടായിരുന്നു. സാരമില്ല, സമയമായില്ല. അതായിരിക്കും അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ എനിക്ക് കഴിയാതെ വന്നത്. പിറ്റേ ദിവസം ശ്വേതയോട് അമ്മ പറഞ്ഞു, നിനക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. അടുത്ത ദിവസം അവർ നിന്നെ കാണാൻ വരും. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ മനസ്സ് മുഴുവൻ രേവത്തായിരുന്നു. പക്ഷെ അവൻ ഒരിക്കൽ പോലും അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും അവൾക്കറിയാമായിരുന്നു അവൻ്റെ ഉള്ളിൽ തന്നോട് സ്നേഹമുണ്ടെന്ന്. എന്തിനാണ് അമ്മ ഇത്ര പെട്ടെന്ന് എൻ്റെ കല്യാണം നടത്തുന്നത്? മോളെ, നിനക്കിപ്പോൾ ജോലിയായി, നീ സെറ്റിൽഡായി, നിനക്ക് നല്ലൊരു ജീവിതം കൂടി വേണം, അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ സങ്കടം കൊണ്ട് തലകുനിച്ചു. അന്ന് രാത്രി അവൾ ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ ശ്രമിച്ചു. പലതവണ നമ്പർ ഡയൽ ചെയ്യാൻ നോക്കി. പിന്നീട് വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാനല്ല അവനോട് ഇഷ്ടം തുറന്നു പറയേണ്ടത്, അവൻ ഇങ്ങോട്ടാണ് പറയേണ്ടത്. അടുത്ത ദിവസം ഓഫീസിൽ വന്ന സമയത്ത് അവൾക്ക് സമാധാനത്തോടെ അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ശ്വേത, നീ ഓക്കെയാണ്? ഫ്രണ്ട് ചോദിച്ചു. കുറച്ച് ടയേർഡാണ്, അത്രയേ ഈ സമയം രേവത്ത് വിചാരിച്ചു തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയാമെന്ന്. അപ്പോൾ അവന് തോന്നി അവളെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്ന്. അവൻ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. ഒറ്റ ബെല്ലിൽ തന്നെ അവൾ കോൾ എടുത്തു. ശ്വേത, ഇന്ന് വൈകുന്നേരം എനിക്ക് നിന്നെ ഒന്ന് കാണണം. ശരി,
ഞാൻ വരാം. കോഫി ഷോപ്പിൽ വെച്ച് ശ്വേത പറഞ്ഞു. എനിക്ക് വീട്ടിൽ കല്യാണാലോചനയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ രേവത്തിൻ്റെ മുഖം മാറി. വീട്ടുകാർ സീരിയസ് ആണ്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ അവളുടെ കൈ പിടിച്ചു. ഞാൻ കുറേ കാലമേ നിന്നോട് പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്തുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല. നീ എന്താണ് ഉദ്ദേശിച്ചത്? അവൾ ചോദിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കുറേ കാലമായി ഞാനത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോഴെങ്കിലും അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനി നിന്നെ എനിക്ക് നഷ്ടപ്പെടും. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയാമായിരുന്നു നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. നീ അത് തുറന്നു പറയാനാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. ഇനി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. നീ ഒരു വാക്ക് പറഞ്ഞല്ലോ, അത് മതി.